ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഇന്നത്തെ കറണ്ട് അഫയേഴ്സാണ് എടുക്കാൻ പോകുന്നത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്നലെ വരെയുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസ്, ഇന്നലത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസ്, അതുപോലെ അതിന് മുമ്പുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസ്, ഇനി വരാനുള്ള എക്സാംസിനുള്ള ന്യൂസുകൾ, കറണ്ട് അഫയേഴ്സാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുക. സോ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്ക് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക. കൂട്ടുകാർ, റിലേറ്റീവ്സ് ആരെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാംസിന് പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നിങ്ങൾ ഡെയിലി എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ, അതേപോലെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എക്സാം ടൈമിൽ റിവിഷൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. സോ നിങ്ങൾ നോട്ട്സും ഒപ്പം പ്രിപ്പയർ ചെയ്യുക. എൻ്റെ ക്ലാസ്സുകൾ കണ്ടുകൊണ്ട് നോട്ട്സും പ്രിപ്പയർ ചെയ്യുക. സോ നിങ്ങൾക്ക് എക്സാമിനത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. ഫസ്റ്റ് ന്യൂസ്: RBI approves reappointment of PN വാസുദേവൻ ആസ് MD ആൻഡ് CEO ഓഫ് Equitas Small Finance Bank. അപ്പോൾ Equitas Small Finance ബാങ്കിൻ്റെ MD ആൻഡ് CEO ആയിട്ട് PN വാസുദേവനെ റീഅപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഇപ്പോഴും PN വാസുദേവൻ തന്നെയാണ് MD ആൻഡ് CEO. അപ്പോൾ റീഅപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ് ഇക്വിറ്റാസ് ബാങ്കിൻ്റെ MD ആൻഡ് CEO ആയിട്ട്. ഇക്വിറ്റാസ് സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ചെന്നൈയിലാണുള്ളത്. നെക്സ്റ്റ് ന്യൂസ്: UPI goes to France. NPCI ഇൻ്റർനാഷണൽ സയൻസ് MOU വിത്ത് ലൈറ നെറ്റ്വർക്ക്. അപ്പോൾ UPI നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു പേയ്മെൻറ്റ് ഗേറ്റ് വേ, യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് സർവീസസ്. അപ്പോൾ അത് ഫ്രാൻസിലേക്ക് എത്തുകയാണ്. സോ NPCI സൈൻ ചെയ്തിരിക്കുകയാണ്, ഇൻ്റർനാഷണൽ സൈൻ ചെയ്തിരിക്കുകയാണ് ലൈറ നെറ്റ്വർക്കായിട്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. After the UAE, Singapore, Nepal and Bhutan, the National Payments Corporation of India said it has launched the Unified Payment Services in Europe, starting with France. അപ്പോൾ യൂറോപ്പിൽ ഫ്രാൻസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് യൂറോപ്യൻ കൺട്രീസിൽ അത് എത്താൻ പോവുകയാണ്. സോ ഫ്രാൻസിൽ അത് സ്റ്റാർട്ട് ചെയ്യും. NPCI International Payments Limited, the international arm of NPCI, has signed an MOU with France-based payment solution provider Lyra Network to accept UPI and RuPay cards in the country. Ashwini Vaishnav announced during his visit to France for the Viva Technology 2022 event. സോ UPI ഇനി ഫ്രാൻസിലും തുടങ്ങാൻ പോവുകയാണ്. UPI മെത്തേഡ് ഓഫ് പേയ്മെൻറ്റ്, യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് ഫ്രാൻസിലും തുടങ്ങാൻ പോവുകയാണ്. നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇപ്പോൾ ഇൻ്റർനാഷണൽ സയൻസ് MOU വിത്ത് ലൈറ നെറ്റ്വർക്കായിട്ട് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുകയാണ് UPI സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ക്യാബിനറ്റ് അപ്രൂവ്സ് മെഗാ 5G ഓപ്ഷൻ. അപ്പോൾ 5G വരാനുള്ള ഓപ്ഷൻ, അതിൻ്റെ സ്പെക്ട്രത്തിൻ്റെ ഓപ്ഷൻ 26th ജൂലൈയിലാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ദ യൂണിയൻ ക്യാബിനറ്റ് ഹാസ് അപ്രൂവ്ഡ് ദ ഓപ്ഷൻ ഓഫ് എയർവേവ്സ് കേപ്പബിൾ ഓഫ് ഓഫറിംഗ് ദ 5th generation 5G telecom services including ultra high speed internet and gave its nod for setting up of conclave 5G network by big tech firms. അപ്പോൾ 5G ഓപ്ഷൻ 26th ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്യും. 72 GHz സ്പെക്ട്രമാണ് ഇത്. നെക്സ്റ്റ് ന്യൂസ്: സെക്കൻഡ് എഡിഷൻ ഓഫ് DSDP Excellence Awards held in New Delhi. അപ്പോൾ DSDP Excellence അവാർഡിൻ്റെ സെക്കൻഡ് എഡിഷൻ ന്യൂഡൽഹിയിൽ വെച്ച് നടന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കത് വായിച്ചു നോക്കാം. ദ സെക്കൻഡ് എഡിഷൻ ഓഫ് അവാർഡ്സ് ഓഫ് എക്സലൻസ് ഇൻ ഡിസ്ട്രിക്റ്റ് സ്കിൽ ഡെവലപ്മെൻറ്റ് പ്ലാനിംഗ്, DSDPയുടെ ഫുൾ ഫോമാണ് ഡിസ്ട്രിക്ട് സ്കിൽ ഡെവലപ്മെൻറ്റ് പ്ലാനിംഗ്. അത് ഓർഗനൈസ് ചെയ്തു അംബേദ്കർ ഇൻ്റർനാഷണൽ സെൻറ്റർ ഇൻ ന്യൂഡൽഹി. അംബേദ്കർ ഇൻ്റർനാഷണൽ സെൻറ്റർ ഇൻ ന്യൂഡൽഹിയിലാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. വെർ ടോപ്പ് 30 districts were awarded for their innovative best practices in skill development in the region. അപ്പോൾ സെക്കൻഡ് എഡിഷൻ ഓഫ് DSDP എക്സലൻസ് അവാർഡ് ന്യൂഡൽഹിയിൽ വെച്ച് തുടങ്ങി. അത് ഓർഗനൈസ് ചെയ്തത് ഡോക്ടർ അംബേദ്കർ ഇൻ്റർനാഷണൽ സെൻറ്റർ ഇൻ ന്യൂഡൽഹിയിലാണ്. അതിൽ ടോപ്പ് 30 districtsന് അവാർഡ് കൊടുക്കുകയും ചെയ്തു. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നോവേറ്റീവ് ബെസ്റ്റ് പ്രാക്ടീസസ് ഇൻ സ്കിൽ ഡെവലപ്മെൻറ്റ്. ആ റീജിയനിൽ ഇന്നോവേറ്റീവ് ബെസ്റ്റ് പ്രാക്ടീസസ് ഇൻ സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് അവാർഡ് കൊടുക്കുകയും ചെയ്തത്. അപ്പോൾ രാജ്കോട്ട് ഇൻ ഗുജറാത്ത്, കാച്ചർ ഇൻ ആസാം ആൻഡ് സതാര ഇൻ മഹാരാഷ്ട്ര റെസ്പെക്റ്റീവ്ലി വർ റാങ്ക്ഡ് ടോപ്പ് 3. അപ്പോൾ ടോപ്പ് 3 districts ആയിട്ട് രാജ്കോട്ട് ഇൻ ഗുജറാത്ത്, കാച്ചർ ഇൻ ആസാം, അതേപോലെ സത്താറ ഇൻ മഹാരാഷ്ട്ര ആയിരുന്നു ടോപ്പ് 3. അപ്പോൾ നമ്പർ 1 രാജ്കോട്ട് ഇൻ ഗുജറാത്ത്. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. Aarti Prabhakar to be appointed as a science advisor to US President.
അപ്പോൾ US പ്രസിഡൻറ്റിൻ്റെ ജോ ബൈഡൻ്റെ സയൻസ് അഡ്വൈസറായിട്ട് ആർത്തി പ്രഭാകറിനെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. An Indian origin physicist is likely to be appointed US President Joe Biden's next science advisor. It is also expected that she would be nominated by the President as Director of a White House Office of Science and Technology, though that appointment needs the nod of the Senate and could take months. അപ്പോൾ ഈ ഒരു അപ്പോയിൻമെൻറ്റ് കുറച്ച് മാസങ്ങൾ പിടിക്കും. പക്ഷേ നെക്സ്റ്റ് സയൻസ് അഡ്വൈസർ ടു ദ US പ്രസിഡൻ്റായിട്ട് അപ്പോയിൻറ്റ് ചെയ്തത് ആർത്തി പ്രഭാകറിനെയാണ്. നെക്സ്റ്റ് ന്യൂസ്, അദാനി ട്രാൻസ്മിഷൻ ഗെറ്റ്സ് ഗ്രീൻ ടാഗ് ഫോർ $700 million റിവോൾവിംഗ് ലോൺ ഫെസിലിറ്റി. അപ്പോൾ റിവോൾവിംഗ് ലോൺ ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ട് അദാനി ട്രാൻസ്മിഷന് ഗ്രീൻ ടാഗ് ലഭിച്ചിരിക്കുകയാണ്. $700 million റിവോൾവിംഗ് ലോൺ ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അദാനി ട്രാൻസ്മിഷൻ ലിമിറ്റഡ് ഹാസ് ബാക്ക്ഡ് ദ കോവിറ്റഡ് ഗ്രീൻ ലോൺ ടാഗ് ബൈ Sustainalytics for its revolving facility worth $700 million. This provides assurance on the green loan framework for ATL's revolving facility. അപ്പോൾ അദാനി ട്രാൻസ്മിഷനാണ് ഗ്രീൻ ടാഗ് കിട്ടിയിരിക്കുന്നത് $700 million റിവോൾവിംഗ് ലോൺ ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ റിവോൾവിംഗ് ലോൺ ഫെസിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് എ ഫ്ലെക്സിബിൾ ബോറോയിങ് മെക്കാനിസം ദാറ്റ് എനേബിൾസ് ദ ബോറോവർ ടു വിഡ്രോ, റീപേ ആൻഡ് വിഡ്രോ എഗെയിൻ. വിഡ്രോ ചെയ്യാനും റീപേ ചെയ്യാനും അതേപോലെ പിന്നെയും വിഡ്രോ ചെയ്യാനും വേണ്ടിയിട്ട് ഉള്ളൊരു റിവോൾവിംഗ് ലോൺ ഫെസിലിറ്റി, ഒരു തരം ലോൺ ഫെസിലിറ്റിയാണ് ഈ റിവോൾവിംഗ് ലോൺ ഫെസിലിറ്റി എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ന്യൂസ്, India's trade deficit widens to record $24.29 billion in May. അപ്പോൾ ഇന്ത്യയുടെ ട്രേഡ് ഡെഫിസിറ്റ് $24.29 billion ആയിട്ട് വൈഡൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യസ് ട്രേഡ് ഡെഫിസിറ്റ് വൈഡൻഡ് ടു എ റെക്കോർഡ് $24.29 billion in May 2022 from $6.53 billion in the same month last year due to a sharp jump in the country's imports, as per data released by the Ministry of Commerce and Industry. അപ്പോൾ ഇന്ത്യയുടെ ട്രേഡ് ഡെഫിസിറ്റ് വൈഡൻ ചെയ്തിരിക്കുകയാണ്. $24.29 billion ആയിരിക്കുകയാണ് മെയ്യിൽ. നെക്സ്റ്റ് ന്യൂസ്, ബർഗണ്ടി പ്രൈവറ്റ് ഹുറൂൺസ് ലിസ്റ്റ്. ബർഗണ്ടി പ്രൈവറ്റ് ഹുറൂൺസ് ലിസ്റ്റ് റേസർ പേ, ഓല, സ്വിഗ്ഗി ബിഗ്ഗസ്റ്റ് ഗെയിനേഴ്സ് ഇൻ അൺലിസ്റ്റഡ് ഫേംസ്. NSE എമർജ് ആസ് എ മോസ്റ്റ് വാല്യൂഡ്. അപ്പോൾ ബർഗണ്ടി പ്രൈവറ്റ് ഹുറൂൺസ് ലിസ്റ്റ് വന്നിരിക്കുകയാണ്. അതിൽ റേസർ പേ, ഓല, സ്വിഗ്ഗി ബിഗ്ഗസ്റ്റ് ഗെയിനേഴ്സാണ്. ഇൻ അൺലിസ്റ്റഡ് ഫേംസിൽ ബിഗ്ഗസ്റ്റ് ഗെയിനേഴ്സാണ് റേസർ പേ, ഓല, സ്വിഗ്ഗി. പിന്നെ NSE മോസ്റ്റ് വാല്യൂഡായിട്ട് എമർജ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് ഒന്ന് വായിച്ച് നോക്കാം. റേസർ പേ, ഓല ക്യാബ്, സ്വിഗ്ഗി ആൻഡ് പാർലെ പ്രോഡക്ട്സ് were among the top 10 unlisted companies that witnessed a massive rise in their valuation last year, as per the Burgundy Private Hurun India 500 special report. Stock Exchange, National Stock Exchange of India outpaced Serum Institute of India in becoming the most valued unlisted firm. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യനെ ഔട്ട്പ്ലേസ് ചെയ്തിട്ട് മോസ്റ്റ് വാല്യൂഡ് അൺലിസ്റ്റഡ് ഫേമായിട്ട് വന്നിരിക്കുകയാണ്. So financial services, healthcare, software services and among the biggest contributors. അപ്പോൾ ഫിനാൻഷ്യൽ സർവീസസ്, ഹെൽത്ത് കെയർസ്, സോഫ്റ്റ്വെയർ ആൻഡ് സർവീസസ് ആണ് ബിഗ്ഗസ്റ്റ് കോൺട്രിബ്യൂട്ടേഴ്സിൽ വന്നിരിക്കുന്നത് ഈ ബർഗണ്ടി പ്രൈവറ്റ് ഹുറൂൺസ് ലിസ്റ്റിൽ. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. എക്സിം ബാങ്ക്, എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക്, എസ്റ്റിമേറ്റ്സ് ഇന്ത്യാസ് മെർക്കൻഡൈസ് എക്സ്പോർട്ട്സ് അറ്റ് $117.2 billion ഇൻ ഫസ്റ്റ് ക്വാർട്ടർ ഫിനാൻഷ്യൽ ഇയർ 23. അപ്പോൾ ഫിനാൻഷ്യൽ ഇയർ 2023 ഫസ്റ്റ് ക്വാർട്ടറിൽ എക്സിം ബാങ്ക് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുകയാണ് ഇന്ത്യയുടെ മെർക്കൻഡൈസ് എക്സ്പോർട്ട്സ് $117.2 billion ആയിട്ട്. The country's total merchandise exports are likely to be at $117.2 billion in the first quarter of financial year 23 according to the India Exim Bank. അപ്പോൾ ബാക്കിയുള്ളത് നിങ്ങൾക്ക് വായിച്ച് നോക്കാം. അപ്പോൾ എക്സിം ബാങ്കിൻ്റെ എസ്റ്റിമേറ്റ് ചെയ്തത് പ്രകാരം ഇന്ത്യയുടെ മെർക്കൻഡൈസ് എക്സ്പോർട്ട്സ് $117.2 billion ആയിരിക്കും ഫസ്റ്റ് ക്വാർട്ടർ ഓഫ് 2023. നെക്സ്റ്റ് ന്യൂസ്, നിയർലി 5 million in India displaced due to climate change disasters in 2021. Global trends report by the UN Refugee Agency, UNHCR.
അപ്പോൾ നിയർലി 5 മില്യൺ ഇൻ ഇന്ത്യ ഡിസ്പ്ലേസ് ചെയ്തിരിക്കുകയാണ് ക്ലൈമറ്റ് ചേഞ്ച് കാരണം കൊണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് ഡിസാസ്റ്റേഴ്സ് കാരണം കൊണ്ട് 5 മില്യൺ പീപ്പിൾ ഇൻ ഇന്ത്യ ഡിസ്പ്ലേസ് ആയിരിക്കുകയാണ്. ഗ്ലോബൽ ട്രെൻഡ്സ് റിപ്പോർട്ട്, UN റെഫ്യൂജി ഏജൻസിയുടെ ഗ്ലോബൽ ട്രെൻഡ്സ് റിപ്പോർട്ട് പ്രകാരം ഇതാണ് ന്യൂസ്. നമുക്ക് വായിച്ചു നോക്കാം. As per the report, nearly 5 million people in India were internally displaced due to climate change and disasters in 2021. The report highlighted that globally 100 million people were forced to flee their homes last year. അപ്പോൾ റിപ്പോർട്ട്സ് പ്രകാരം ഹോൾ വേൾഡിൽ 100 മില്യൺ പീപ്പിൾ രാജ്യം വിടാൻ, അതായത് ഫ്ലീ ഫ്രം ദെയർ ഹോംസ്, വീടുകളിൽ നിന്നും മാറി താമസിക്കാൻ നിർബന്ധിതരായി 100 മില്യൺ പേര്. അപ്പോൾ 5 മില്യൺ ആൾക്കാർ അതിൽ ഇന്ത്യയിലാണ്. ഡിസ്പ്ലേസ് ചെയ്യാൻ, ഹൗസ് മാറി താമസിക്കാൻ വേണ്ടിയൊക്കെ വന്ന 5 മില്യൺ ആൾക്കാർ ഇന്ത്യയിലാണുള്ളത്. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ശ്രീറാം ഗ്രൂപ്പ് റിസീവ്സ് RBI നോഡ് ഫോർ മെർജർ ഓഫ് ഫിനാൻഷ്യൽ സർവീസസ് ബിസിനസ്. അപ്പോൾ ശ്രീറാം ഗ്രൂപ്പിന് RBI അപ്രൂവൽ കിട്ടിയിരിക്കുകയാണ് മെർജർ ഓഫ് ഫിനാൻഷ്യൽ സർവീസസ് ബിസിനസ്സിന് വേണ്ടിയിട്ട്. The Shriram Group has secured RBI approval for the merger of Shriram City Union Finance and Shriram Capital Limited with Shriram Transport Finance Company in a consolidated set to create the largest retail finance NBFC in the country. The merged entity will be named Shriram Finance Limited. So ശ്രീറാം ഗ്രൂപ്പിന് RBI നോഡ് കിട്ടിയിരിക്കുകയാണ് മെർജർ ഓഫ് ഫിനാൻഷ്യൽ സർവീസസ് ബിസിനസ്സിന് വേണ്ടിയിട്ട്. ഫസ്റ്റ് പാരഗ്രാഫ് വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുവിധം എല്ലാം മനസ്സിലായിട്ടുണ്ടാവും. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. Equitas Small Finance Bank to launch exclusive saving accounts for kids. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടൊരു സേവിങ്സ് അക്കൗണ്ട് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് Equitas Small Finance Bank. അപ്പോൾ Equitas Small Finance ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ചെന്നൈയിലാണുള്ളത്. നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് വായിച്ച് നോക്കാം. Equitas Small Finance Bank announced that it is all set to launch an exclusive savings account for kids named Enjoy. അപ്പോൾ ആ സേവിങ്സ് അക്കൗണ്ടിൻ്റെ പേര് എൻജോയ് എന്നാണ്. ENJOY അല്ല, ENJOI ആണ്. So the savings account is aimed at introducing young kids to the financial world and encourage them to develop a savings habit early. The account will be launched on June 19 to coincide with the Father's Day. അപ്പോൾ ജൂൺ 19-നാണ് അത് ലോഞ്ച് ചെയ്യുക. ജൂൺ 19, അതായത് ഇന്നാണ് അത് ലോഞ്ച് ചെയ്യുക. Equitas സ്മോൾ ഫിനാൻസ് ബാങ്കാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് സേവിങ്സ് അക്കൗണ്ട്. അതിൻ്റെ പേരാണ് എൻജോയ്. Equitas സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ചെന്നൈയിലാണ്. നെക്സ്റ്റ് ന്യൂസ്. RBI Payments Vision 2020 seeks a threefold jump in digital payments. അപ്പോൾ RBIയുടെ പേയ്മെൻറ്റ്സ് വിഷൻ 2025 സീക്ക് ചെയ്തിരിക്കുകയാണ് ത്രീഫോൾഡ് ജമ്പ് ഇൻ ഡിജിറ്റൽ പേയ്മെൻറ്റ്സിന്. ത്രീഫോൾഡ് ജമ്പ് സീക്ക് ചെയ്തിരിക്കുകയാണ് RBI. അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. RBI aims to increase the number of digital payment transactions by more than 3 times by 2025 and to curb the volume of check-based payments to less than 0.25% of the total retail payments. അപ്പോൾ RBI പേയ്മെൻറ്റ്സ് വിഷൻ 2025 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻസിനെ മോർ എൻകറേജ് ചെയ്യാൻ, ഇപ്പോൾ ഉള്ളതിൻ്റെ 3 ഇരട്ടിയായിട്ട് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതേപോലെ ചെക്ക് ബേസ്ഡ് പേയ്മെൻറ്റ്സിനെ ലെസ് ദാൻ 0.25% ആയിട്ട് ചുരുക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു പേയ്മെൻറ്റ്സ് വിഷൻ 2025 ലോഞ്ച് ചെയ്തിരിക്കുന്നത് RBI. The Payments Vision 2025 builds on initiatives of our Payments Vision 2019-21. സോ ഇതൊക്കെ നിങ്ങൾക്ക് വായിച്ച് നോക്കാം. അപ്പോൾ RBIയുടെ പേയ്മെൻറ്റ്സ് വിഷൻ 2025 പ്രകാരം 3 ടൈംസ് ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. മൈക്രോ ഫിനാൻസ് ലോൺസ് ഗ്രൂ 10% in financial year 22 ഷോസ് മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ നെറ്റ്വർക്ക് ഡാറ്റ. അപ്പോൾ മൈക്രോ ഫിനാൻസ് ലോൺസ് 10% വർദ്ധിച്ചിരിക്കുകയാണ് 2022 ഫിനാൻഷ്യൽ ഇയർ 2022 ഷോസ് മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ നെറ്റ്വർക്ക്സ് ഡാറ്റ. മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നെറ്റ്വർക്ക് ഡാറ്റ പ്രകാരം മൈക്രോ ഫിനാൻസ് ലോൺസ് ഗ്രൂ ചെയ്തിരിക്കുകയാണ് 10%. നമുക്ക് ഡീറ്റെയിൽസ് വായിച്ചു നോക്കാം. ദ ഗ്രോസ് ലോൺ പോർട്ട്ഫോളിയോ ഓഫ് ഇന്ത്യാസ് മൈക്രോ ഫിനാൻസ് ഇൻഡസ്ട്രി ഗ്രൂ 10% in 2021-22 to 2.85 trillion rupees according to the data released by MFIN, Microfinance Institutions Network. MFIN full form ആണ്. സോ ഗ്രോസ് ലോൺ പോർട്ട്ഫോളിയോ ഓഫ് ഇന്ത്യാസ് മൈക്രോഫിനാൻസ് ഇൻഡസ്ട്രി 10% വർദ്ധിച്ചിട്ട് 2.85 ട്രില്യൺ റുപ്പീസ് ആയിരിക്കുകയാണ്. അതാണ് MFIN റിപ്പോർട്ട് പ്രകാരം വന്നിരിക്കുന്നത്.
അടുത്ത പോയിൻ്റാണ് ഇൻ ടേംസ് ഓഫ് regional distribution of gross loans, the eastern and northeastern and the southern states account for 64.3% of total portfolio. Tamil Nadu has become the largest state in terms of portfolio outstanding, followed by Bihar and West Bengal. അപ്പോൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത സ്റ്റേറ്റ്സിലെ ഏറ്റവും കൂടുതൽ വൈഡായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത സ്റ്റേറ്റ് ആണ് തമിഴ്നാടു, ഫോളോഡ് ബൈ ബീഹാർ ആൻഡ് വെസ്റ്റ് ബംഗാൾ. അപ്പോൾ മൈക്രോ ഫിനാൻസ് 2.85 ട്രില്യൺ റുപ്പീസായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്, മൈക്രോ ഫിനാൻസ് ഇൻഡസ്ട്രിയുടെ മൈക്രോ ഫിനാൻസ് ലോൺസ്. സോ നെക്സ്റ്റ് ന്യൂസ്, സെൻറ്റർ അപ്പോയിൻറ്റ്സ് ജസ്റ്റിസ് RP ദേശായി ആസ് ചെയർപേഴ്സൺ ഓഫ് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ. അപ്പോൾ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ചെയർപേഴ്സണായിട്ട് ജസ്റ്റിസ് RP ദേശായിയെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ് സെൻട്രൽ ഗവൺമെൻറ്. Former Supreme Court Judge Justice Ranjan Prakash Desai was appointed as chairperson of Press Council of India. Her predecessor is a former Supreme Court Justice C.K. Prasad, who held office from 2014 to 22. Justice Desai was a judge of the Supreme Court from September 13, 2011 to October 29, 2014. അപ്പോൾ RP ദേശായി അതായത് രഞ്ജൻ പ്രകാശ് ദേശായിയെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ചെയർപേഴ്സണായിട്ട്. അപ്പോൾ രഞ്ജന പ്രകാശ് ദേശായി അല്ല, രഞ്ജന പ്രകാശ് ദേശായി ആണ്. അപ്പോൾ രഞ്ജന പ്രകാശ് ദേശായിയുടെ പ്രെഡിസസർ ആരാണെന്ന് ചോദിച്ചാൽ CK പ്രസാദ് ആണ്. 2022 അതും ഈ വർഷം ഇപ്പോൾ മാറിയിരിക്കുകയാണ്. RP ദേശായി, രഞ്ജന പ്രകാശ് ദേശായി പുതിയ ചെയർപേഴ്സൺ ഓഫ് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ്. നെക്സ്റ്റ് ന്യൂസ്, ഇന്ത്യ ആൻഡ് പോളണ്ട് സൈൻ ലീഗൽ ഹെൽപ്പ് ട്രീറ്റി ഓൺ ക്രിമിനൽ മാറ്റേഴ്സ്. അപ്പോൾ ലീഗൽ ഹെൽപ്പ് ട്രീറ്റി എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുകയാണ് ഇന്ത്യയും പോളണ്ടും. ക്രിമിനൽ മാറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ക്രിമിനൽ മാറ്റേഴ്സിൽ ലീഗൽ ഹെൽപ്പ് ട്രീറ്റി സൈൻ ചെയ്തിരിക്കുകയാണ് ഇന്ത്യയും പോളണ്ടും. നമുക്ക് വായിച്ചു നോക്കാം. ഇന്ത്യ ആൻഡ് പോളണ്ട് ഹാവ് സൈൻഡ് എ മ്യൂച്വൽ ലീഗൽ അസിസ്റ്റൻസ് ട്രീറ്റി ഓൺ ക്രിമിനൽ മാറ്റേഴ്സ് ടു ഹെൽപ്പ് ബോത്ത് കൺട്രീസ് ഇൻ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് പ്രോസിക്യൂഷൻ ഓഫ് ക്രൈംസ് ഇൻക്ലൂഡിംഗ് ദോസ് റിലേറ്റഡ് ടു ടെററിസം. അപ്പോൾ ഇന്ത്യയും പോളണ്ടും ലീഗൽ ഹെൽപ്പ് ട്രീറ്റി സൈൻ ചെയ്തിരിക്കുകയാണ്. അത് മ്യൂച്വൽ ലീഗൽ അസിസ്റ്റൻസിന് വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് വല്ല ക്രിമിനൽസും പോളണ്ടിൽ പോവുക, പോളണ്ടിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരികയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ലീഗലി ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ടും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ലീഗൽ ട്രീറ്റി ഹെൽപ്പ് ട്രീറ്റി സൈൻ ചെയ്തിരിക്കുന്നത്. പോളണ്ട് became the 45th country with which the New Delhi has signed mutual legal assistance treaty or on criminal matters. അപ്പോൾ മ്യൂച്വൽ ലീഗൽ അസിസ്റ്റൻസ് ട്രീറ്റി സൈൻ ചെയ്യുന്ന 45th കൺട്രി ആയിരിക്കുകയാണ് പോളണ്ട്. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ഇസ് നൊഡാൽ മിനിസ്ട്രി ഫോർ കണ്ടക്ടിങ് മ്യൂച്വൽ ലീഗൽ അസിസ്റ്റൻസ് ട്രീറ്റീസ് ഇൻ ക്രിമിനൽ മാറ്റേഴ്സ്. അപ്പോൾ പോളണ്ടും ഇന്ത്യയുമാണ് സൈൻ ചെയ്തിരിക്കുന്നത്. പോളണ്ടിൻ്റെ ക്യാപിറ്റലാണ് വാർസ്ലോ, കറൻസിയാണ് സ്ലോട്ടി, ZLOTY. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഫിച്ച് റിവൈസസ് ഔട്ട്ലുക്ക് ഓൺ 9 ഇന്ത്യൻ ബാങ്ക്സ്, IDRs ടു സ്റ്റേബിൾ, Affirms IDRs. അപ്പോൾ ഫിച്ച് റേറ്റിംഗ്സ് ഹാസ് റിവൈസ്ഡ് ദ ഔട്ട്ലുക്ക് ടു സ്റ്റേബിൾ ഫ്രം നെഗറ്റീവ് ഓൺ ദ ലോങ് ടേം ഇഷ്യൂർ ഡിഫോൾട്ട് റേറ്റിംഗ്സ് ഓഫ് 9 ബാങ്ക്സ് വൈൽ അഫേമിംഗ് ദിയർ IDRs. ഇഷ്യൂർ ഡിഫോൾട്ട് റേറ്റിംഗ്സ്. അപ്പോൾ ഫിച്ച് റിവൈസ് ചെയ്തിരിക്കുകയാണ് ഔട്ട്ലുക്ക് ഓൺ 9 ഇന്ത്യൻ ബാങ്ക്സ്. അപ്പോൾ ഫിച്ച് ഔട്ട്ലുക്ക് ഓൺ 9 ഇന്ത്യൻ ബാങ്ക്സ് റിവൈസ് ചെയ്തിരിക്കുകയാണ്. IDR അതായത് ഇഷ്യൂർ ഡിഫോൾട്ട് റേറ്റിംഗ്സ് സ്റ്റേബിൾ ആയിരിക്കുകയാണ്. ഇഷ്യൂർ ഡിഫോൾട്ട് റേറ്റിംഗ്സ് അഫേം ചെയ്തിരിക്കുകയാണ്. സോ ഇതുവരെ നെഗറ്റീവായി കടന്ന ഇഷ്യൂർ ഡിഫോൾട്ട് റേറ്റിംഗ് ഇപ്പോൾ സ്റ്റേബിൾ ആയിരിക്കുകയാണ്. Fitch has also affirmed the global support ratings for 7 of them and has a shareholder support ratings of a Bank of Baroda, New Zealand Limited. ന്യൂസിലാൻഡിലത്തെ ബാങ്ക് ഓഫ് ബറോഡയിൽ ബ്രാഞ്ചിൽ ഷെയർ ഹോൾഡർ സപ്പോർട്ട് റേറ്റിംഗ്സും ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫിച്ച് റിവൈസ് ചെയ്തിരിക്കുകയാണ് 9 ഇന്ത്യൻ ബാങ്ക്സിൻ്റെ ഇഷ്യൂർ ഡിഫോൾട്ട് റേറ്റിംഗ്സിൻ്റെ റേറ്റിംഗ്, അതായത് അത് സ്റ്റേബിൾ ആയിരിക്കുകയാണ്. നെഗറ്റീവ് ആയിരുന്നു ഇതുവരെ, ഇപ്പോൾ സ്റ്റേബിൾ ആയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒരുവിധം എല്ലാ ന്യൂസും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ന്യൂസും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ, അതായത് കോമ്പറ്റേറ്റീവ് എക്സാംസ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ വരുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ഈ വീഡിയോയിൽ ഞാൻ കവർ ചെയ്തിട്ടുണ്ട് ഇന്നത്തെ. സോ
നമുക്ക് നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. ബൈ എവ്രി വൺ.